അവരുടെ സ്വഭാവ ഗുണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സത്യം മനസ്സിലാക്കാനുള്ള, സത്യം ഉൾക്കൊള്ളാനുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചത് എന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണെന്ന് ബോധ്യമായാൽ അത് അവർ ഉൾക്കൊള്ളും. അതുകൊണ്ട് റസൂലിനെ അവരെ എതിർക്കാനുള്ള പ്രധാനമായ കാരണം ഇത് സത്യമല്ല എന്നുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്ക് സത്യത്തെ വേർതിരിച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂജഹൽ നടത്തിയ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾക്ക് ഹക്ക് ബോധ്യപ്പെടുത്തി തരണം, ഹക്കിനെ വേർതിരിച്ച് തരണം എന്നുള്ളതായ പ്രാർത്ഥന. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാടല്ല അറബികളല്ലാത്ത ആളുകൾക്ക്. അറബികളല്ലാത്തവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളാണ്. അവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് ഈ വന്നത് എന്നവർക്ക് ബോധ്യമുണ്ട്, പൂർണ്ണമായും ബോധ്യമുണ്ട്. പക്ഷേ അത് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള സത്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അവരതിനെ നിരാകരിക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിൽ 159-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ ബയ്യിനാത്തി വൽ ഹുദ. അള്ളാഹു ഇറക്കിക്കൊടുത്ത വ്യക്തതയും സന്മാർഗവും അവർക്ക് വന്നതിന് ശേഷം അത് മറച്ചു വെക്കുന്ന ആളുകൾ, മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ്, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം. ഈ ആയത്ത് എന്തിനാ പറ്റിയാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് അവരുടെ വേദഗ്രന്ഥത്തിൽ സത്യം ഇന്നതാണ്, ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നസാറാക്കളുടെ വേദഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ഈ ജനങ്ങൾക്കിടയിൽ വബഅസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ഇവരിൽ നിന്നുള്ളതായ ഒരു പ്രവാചകനെ അയക്കണം എന്നുള്ള ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇബ്രാഹിം നബിയെ ജൂതന്മാരും അംഗീകരിക്കുന്നുണ്ട്, നസാറാക്കളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അവരുടെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രവാചകൻ വരും എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ അവരെന്ത് ചെയ്തു? പ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരോടൊപ്പം അവർ വിശ്വസിക്കുന്ന കിതാബിനെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഊന അലല്ലദീന കഫറു, അതാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം. വകാനൂ മിൻ ഖബ്ലു, ഇതിന് മുമ്പ് അവർ യസ്തഫ്തിഊന അലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾക്കെതിരെ ഈ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് സംഭവം? ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദീനയിൽ യഹൂദികൾ കൂടുതലുണ്ടായിരുന്നു. ഈ യഹൂദികൾ അവരോട് ഗത്ഫാൻ ഗോത്രക്കാർ പലപ്പോഴും യുദ്ധത്തിന് വരും. കാരണം യഹൂദികൾ ദുർബലരാണ്. രണ്ടാമത്തെ വിഷയം, അവർ പല കക്ഷികളാണ്. ബനു ഖുറൈള ഒരു ഭാഗത്ത്, ബനു നളീർ ഒരു ഭാഗത്ത്, ബനു ഖൈനുഖാ വേറൊരു ഭാഗത്ത്. ഒരു ഐക്യം ഇല്ലായിരുന്നു, എപ്പോഴും അടിയാണ് അവർ തമ്മിൽ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ, ഇവരുടെ ഈ അടിയും ബഹളവും ശല്യവും സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇവരൊന്ന് അമർത്തുന്നതിന് വേണ്ടി ഗത്ഫാൻ ഗോത്രക്കാർ ഇടയ്ക്ക് കയറി ഇവരടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നിരപരാധികൾ ആയ ഒരുപാട് ആളുകൾ ഇവരുടെ ഈ പ്രശ്നത്തിൽ ഭാഗവാക്കാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥന കാണാം. ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖി മുഹമ്മദിൻ, അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അൽ ഉമ്മി, ആ മുഹമ്മദ് നബി ആരാണ്? ഉമ്മി ആയിരിക്കും. അല്ലദീ വഅദ്തന അൻ തഖ്റുജഹു ലനാ ഫീ ആഖിരി സമാൻ, അന്ത്യനാളിൽ ആ നബിയെ നീ അയക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നിരക്ഷകനായ മുഹമ്മദ് എന്ന പ്രവാചകനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു അല്ലാ എന്നിവർ പ്രാർത്ഥിച്ചിരുന്നു. എവിടുന്നാ മുഹമ്മദ് എന്ന് കിട്ടിയെന്നല്ലേ? അത് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഒരു പേരിലായിരിക്കും ആ പ്രവാചകൻ വരുന്നത് എന്നുള്ളത്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇമാം തിർമിദിയുടെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും, അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അബ്അസ് ഹാദ നബിയ്യ അല്ലദീ നജിദുഹു മക്തൂബൻ ഇൻദനാ
ഹത്താ യുഅദ്ദിബൽ മുശ്രിക്കീന വയഖ്തുലഹും. അള്ളാഹുവേ, നീ ഒരു പ്രവാചകനെ അയക്കണം, ഞങ്ങളുടെ കിതാബിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ആ പ്രവാചകൻ മുശ്രിക്കുകളെ ശിക്ഷിക്കും, അവരെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രവാചകനെ നീ ഞങ്ങൾക്ക് അയച്ചു തരണം. ഫലമ്മാ ബഅസല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പിന്തിരിഞ്ഞ് കളയുകയും ചെയ്തു. അപ്പം യഹൂദികളും മക്കക്കാരും തമ്മിൽ, മുശ്രിക്കുകളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, സ്വഭാവത്തിൽ വന്ന വ്യത്യാസം, സത്യത്തെ ഉൾക്കൊള്ളാൻ അറബികൾ തയ്യാറായിരുന്നു. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അത് ഉൾക്കൊള്ളാൻ യഹൂദികൾ തയ്യാറായില്ല. സത്യത്തിൽ യഥാർത്ഥത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ആരാണ്? കാഫിർ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും കാഫിറുകൾ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ വ്യക്തമായി തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ കുഫർ പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് അറിഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നവനാണ് കാഫിർ. സത്യമാണെന്ന് അറിയാതെ ഒരു വിഷയത്തെ നിഷേധിച്ചു, അവനെ സംബന്ധിച്ചിടത്തോളം കാഫിർ എന്ന യഥാർത്ഥ കാഫിർ എന്ന ആ പദത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇവർ സത്യം അറിഞ്ഞിട്ട് നിഷേധിച്ചു കൊണ്ട് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കാഫിർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സത്യവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ തന്നെ കാഫിർ എന്ന അഭിസംബോധന നടത്തിയിട്ടുണ്ട്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹ് ഇറക്കിയത് കൊണ്ട്, അള്ളാഹു ഇറക്കിയ വചനങ്ങൾ കൊണ്ട് വിധി കൽപ്പിക്കാത്തവൻ, തീരുമാനമെടുക്കാത്തവനാണ് കാഫിറാണ്. കാരണം അള്ളാഹ് ഇറക്കിയത് സത്യമാണ്, എന്നിട്ട് അത് അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ കാഫിർ ഈ യഹൂദികളായിട്ടാണ് ഇവിടെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരു സംഭവം കൂടെ നമ്മൾ അറിയണം. അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം, അതായത് ജൂതന്മാരുടെ ഈ നിഷേധത്തിൻ്റെ സ്വഭാവം എന്നറിയാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം നമ്മൾ പഠിക്കേണ്ടത്. ഇമാം തിർമിദി രേഖപ്പെടുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സലാം മഅൻ നാസി ലിയറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി മദീനയിൽ റസൂലുള്ളാഹി ചെന്നപ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സലാം പോയി. അന്ന് അദ്ദേഹം ജൂത പുരോഹിതനാണ്. അദ്ദേഹം പറയുകയാണ്, അവ്വലു മാ ഖദീമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ഇൻജഫല നാസു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ജനങ്ങളെല്ലാം കൂട്ടമായി വളരെ വേഗത്തിൽ നബിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. റസൂലുള്ളാഹി വന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഫകുന്തു ഫീമൻ ജാഅഹു, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഫലമ്മാ തഅമ്മൽതു വജ്ഹഹു, ആദ്യമായി നബിയുടെ മുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ഇതൊരു കളവ് പറയുന്ന ആളുടെ മുഖമല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്, കളവ് പറയുന്നവർ ആരാണ്, സത്യം പറയുന്നവർ ആരാണ് എന്നുള്ളത്. കാരണം ഇവരുടെ ഇടയിൽ കളവ് യഥേഷ്ടം പ്രചരിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ആളുകളാണ് ജൂതപുരോഹിതന്മാർ. അതുകൊണ്ട് തന്നെ കളവ് പറയുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹം കളവ് പറയുന്നവനല്ല എന്നെനിക്ക് മനസ്സിലായി. വകാന അവ്വലു മാ സമിഅതു മിൻ കലാമിഹി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ആദ്യം കേട്ട വാക്ക് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. റസൂലുള്ളാഹി മദീനയിൽ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞ വർത്താനം ഇതാണ്, അല്ലയോ ജനങ്ങളെ, അഫ്ശു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. വ അത്ഇമു തആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങുന്ന സമയം രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യണം. വളരെ ശ്രദ്ധേയമായ ഉപദേശമാണത്. അതായത് ഒരു വിശ്വാസി സമൂഹത്തിൽ ജീവിക്കേണ്ടുന്നതിൻ്റെ പ്രധാനമായ 3 വശങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ശുസ്സലാം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തലാണ് അതിലൂടെ ഉണ്ടാകുന്നത്. സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സലാം പറയാതിരിക്കുന്നതിനെ പറ്റിയുള്ള മസലയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അവൻ ഇരുന്നിടത്ത് ഇരിക്കാൻ പാടില്ല. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഐക്യം എവിടെയും കൽപ്പിക്കുന്നില്ല. മുസ്ലിമാണോ, അവനെ കണ്ടാൽ സലാം പറയണം. അവൻ നിനക്ക് പരിചയമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ. ഒരു ഹദീസ് ഉണ്ടല്ലോ, അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ തുത്ഇമത്തആമ, ഭക്ഷണം കൊടുക്കലും, വ തുസല്ലിമ സലാമ, സലാം പറയലും. ആരുടെ മേൽ? അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, നിനക്ക് അറിയുന്ന ആളാകട്ടെ അറിയാത്ത ആളാകട്ടെ. ചില ആൾക്കാരുണ്ട്, സലാം പറയും, അസ്സലാമു അലൈക്കും സലാം പറയും, അയാൾക്ക് എന്നെ അറിയില്ലല്ലോ, എനിക്ക് അയാൾ അറിയില്ല, പിന്നെ അയാൾ എന്താ എന്നോട് സലാം പറഞ്ഞത് ചോദിക്കും. അങ്ങനെ
ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ലോ, പിന്നെ എന്തിനാ മൂപ്പർ എന്നോട് സലാം പറഞ്ഞത്? മുഅ്മിനാണോ മുസ്ലിമാണെന്ന് തോന്നുന്നുണ്ടോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, മുഅ്മിനിന്റെ അടയാളം അതാണ്. മുഖത്ത് സുജൂദിന്റെ അടയാളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം ചൈതന്യമുള്ളതായിരിക്കും, ഒരു ഓറ അവൻ്റെ മുഖത്തുണ്ടാവും. അപ്പോൾ അവനെ കാണുമ്പോൾ സലാം പറയാൻ തോന്നും, സലാം പറയും. അപ്പോൾ അവൻ എൻ്റെ പാർട്ടിക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സലാം മടക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിക മര്യാദയല്ല. കാരണം അഫ്സുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അത്ഇമു തആം, ഭക്ഷണം കൊടുക്കണം. അതും ഒരു സാമൂഹ്യ ബന്ധത്തെയാണ് പറഞ്ഞു തരുന്നത്. ഭക്ഷണം കൊടുക്കുക. വസലു ബില്ലൈലി വന്നാസു നിയാമുൻ, ഒരു ആരാധനയുടെ ഭാവത്തിലേക്ക് വരുന്നത് 3-ാം ഘട്ടത്തിലാണ്. സാമൂഹ്യ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആരാധനകളും ചെയ്യണം. ഇത് 5 നേരം ജമാഅത്തിനൊക്കെ ഉണ്ടാവും, പക്ഷെ സാമൂഹ്യ ബന്ധം ഇല്ലാത്ത മനുഷ്യൻ അവനെ കൊണ്ട് കാര്യമില്ലെന്നാണ് അത് പഠിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ജനങ്ങളൊക്കെ പോയി കഴിഞ്ഞൊരു ഒഴിഞ്ഞ സമയം നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വന്നത് ഇന്നി സായിലുക അൻ സലാത്ത് ലാ യഅലമുകുന്ന ഇല്ലാ നബിയ്യുൻ. അത് കറക്റ്റാണല്ലോ. അതായത് ഞാൻ 3 കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കും. നിങ്ങൾ പ്രവാചകനാണോ അല്ലയോ എന്ന് എനിക്കറിയണം. 3 കാര്യങ്ങൾ. അത് ഒരു നബി അല്ലാത്ത മറ്റൊരാൾക്കും അതിന് മറുപടി പറയാൻ പറ്റില്ല. അങ്ങനത്തെ 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, അവ്വലുമ അശ്റാത്തു സഅ, അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം. അതായത് ലോകം അവസാനിച്ച് തുടങ്ങുമ്പോൾ, അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, ഇനി ലോകം അവസാനിക്കുമ്പോഴുണ്ടാകുന്ന ആ അടയാളത്തിൻ്റെ ആദ്യം ഏതാണ്? വമാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? വമാ ബാലുൽ വലദി യൻസിഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി, ചില കുട്ടികൾ ഉമ്മയെ പോലെ ഇരിക്കും, ചില കുട്ടികൾ ഉപ്പയെ പോലെ ഇരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഇതൊരു നബിക്കല്ലാതെ പറയാൻ കഴിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബർനി ബിഹി ജിബ്രീൽ ആനിഫ, ജിബ്രീൽ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ വിവരം പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത്, അദുവുൽ യഹൂദി മിനൽ മലായിക, നിങ്ങൾ പറഞ്ഞ ജിബ്രീൽ ഉണ്ടല്ലോ, ഞങ്ങൾ ജൂതന്മാർക്കിടയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രു ജിബ്രീലാണ്. അതായത് മുസ്ലിമീങ്ങളും യഹൂദികളും തമ്മിലാണ് ആദർശപരമായി ഏറെക്കുറെ സാമ്യത ഉള്ളത്. കുറേ നസാറാക്കളേക്കാൾ കൂടുതൽ സാമ്യത യഹൂദികളും മുസ്ലിമീങ്ങളും തമ്മിലാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിലോ മറ്റോ പറഞ്ഞിരുന്നല്ലോ. അതായത് ലോകത്ത് പന്നിമാംസം ഹറാമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുന്ന 2 മതക്കാരെ ലോകത്തുള്ളൂ. അത് മുസ്ലിങ്ങളും യഹൂദികളാണ്. നമ്മളുടെ ഹലാല് ഫുഡിൽ പന്നിയില്ല, അവരുടെ കോഷർ ഫുഡിലും പന്നിയില്ല. പക്ഷെ അവരും നമ്മളും തമ്മിൽ ചെയ്ത വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഷുഹൂമുൽ ഖിൻസിർ, പന്നിയുടെ കൊഴുപ്പുണ്ടല്ലോ, അതിൻ്റെ നെയ്യ്, അത് നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഈ കപ്പലിൻ്റെ പുറത്ത് തേക്കാനും അതേപോലെ വിളക്ക് കത്തിക്കാനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ്, അള്ളാഹു ജൂതന്മാരെ നശിപ്പിക്കട്ടെ. കാരണം ലമ്മാ ഹറമല്ലാഹു ശുഹൂമഹ, അള്ളാഹു താല പന്നിയുടെ കൊഴുപ്പിനെ അള്ളാഹു ഹറാമാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? ആ കൊഴുപ്പ് കൊണ്ട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി. കൊഴുപ്പ് ഡയറക്റ്റ് ഉപയോഗിച്ചില്ല അവർ, മറിച്ച് അതുകൊണ്ട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടായി. കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ടാക്കി. പല പല ഫുഡുകളിലും ഇത് ആഡ് ചെയ്തവർ. അങ്ങനെ ഡയറക്റ്റ് അത് ഉപയോഗിച്ചില്ല. എന്നിട്ടും അത് അവർ ഉപയോഗിച്ചില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ദാതാക്കൾ ആരാണ്? യഹൂദികളാണ്, ജൂതന്മാരാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഏറ്റവും ടേസ്റ്റിയായ ജങ്ക് ഫുഡുകൾ, അതാരുടെ ഉൽപ്പന്നമാണ്? അതൊക്കെ അവരുടെയാണ്. പക്ഷെ അതൊന്നും അവരുപയോഗിക്കില്ല. അവിടെ ആ ഹദീസിൽ പറയുന്നുണ്ട്, അവരെന്താ ചെയ്തത്?
ബദ്ദലൂഹു ഇതിനെ മാറ്റിമറിച്ച് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു? അത് വിറ്റിട്ട് അതിൻ്റെ വില എടുത്ത് ഭക്ഷിച്ചു. അതുകൊണ്ടാണ് അവരെ അല്ലാഹു തആല നശിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. അപ്പം അപ്പോഴും പന്നിയുമായിട്ട് അവർക്ക് എന്തില്ല, ഡയറക്റ്റ് ബന്ധമില്ല. ഇങ്ങനെ പല വിഷയത്തിലും യഹൂദികളാണ് മുസ്ലിമീങ്ങളുമായി വിശ്വാസപരമായ കാര്യങ്ങളിൽ കുറേ യോജിച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ ശത്രുത ജൂതന്മാർക്കുള്ളത്. കാരണം അവർ സത്യത്തിൻ്റെ ആൾക്കാരാണെന്നാണ് അവർ വാദിക്കുന്നത്. നമുക്കും അവരോടുള്ള ശത്രുതയുടെ കാരണം നമ്മൾ സത്യത്തിൻ്റെ ആളുകളാണെന്ന് വാദിക്കുന്നുണ്ട്. അതായത് അകന്ന ശത്രുവിനേക്കാൾ അടുത്ത ശത്രുവല്ലേ ഏറ്റവും വലിയ ശത്രു? കുറേ ശത്രുക്കളുണ്ട് ഒരാൾക്ക്. അപ്പം അടുത്ത് നിന്ന് നമ്മൾ ഒരേപോലെ നിന്നിട്ട് ഒരാൾ ശത്രു ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള ശത്രുക്കളേക്കാൾ കൂടുതൽ ശത്രുത ഇവൻക്കായിരിക്കും നമ്മളോടുണ്ടാകുക. അതൊരു പൊതുവായ തത്വമാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഈ വിവരം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ജൂതന്മാർക്ക് ഏറ്റവും വലിയ ശത്രു ജിബ്രീലാണ് മലക്കുകളുടെ കൂട്ടത്തിൽ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല വഹി ഇറങ്ങിയ സമയത്ത് ഈ വഹി അള്ളാഹുവിൽ നിന്നും ജൂതന്മാരിൽപ്പെട്ട പ്രവാചകൻ എത്തിച്ചു കൊടുക്കേണ്ട ആളായിരുന്നു ജിബ്രീൽ. പക്ഷേ ജിബ്രീൽ അത് നിങ്ങൾക്ക് കൊണ്ടു തന്നു, റസൂലുള്ളാഹിക്ക് കൊണ്ടു കൊടുത്തു. അതുകൊണ്ടാണ് ഒരു ശത്രുത. അപ്പം ഒരുപാട് ശത്രുതയുടെ കാരണം പറയുന്നുണ്ട്. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. മങ്കാന അദുവൻ ലില്ലാഹി വ മലായികത്തി വ ജിബ്രീല വ മീകാല എന്ന് പറയുന്നുണ്ട്. ജിബ്രീലിൻ്റെ ശത്രു, മീകായിലിൻ്റെ ശത്രു എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, അവ്വലു അശ്റാത്തി സഅത്തി, അന്ത്യനാളിൻ്റെ ലോകം അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ അടയാളം ഫനാറുൻ തഹ്ശറുഹും മിനൽ മശ്രിഖി ഇലൽ മഗ്രിബി, കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ഒരു അഗ്നിഗോളം പാസ് ചെയ്യും. അത് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇനി ലോകം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ലാസ്റ്റ് അടയാളമായിട്ട് വരുന്നത്. അത് വരുന്ന അടയാളം ലോകത്തെല്ലാവരും കാണുന്ന പറയുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് ഒരു അഗ്നിഗോളം പോകുന്നത് കാണാം. അപ്പം പിന്നെ പടിഞ്ഞാറിൽ നിന്ന് അസ്തമിക്കാൻ തുടങ്ങും. രണ്ടാമത്തേത് അമ്മ അവ്വലു തആമി യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം ഫസിയാദത്ത് കബ്ദി ഹൂതി, ഒരു മത്സ്യത്തിൻ്റെ കരളാണ്. കരളെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്തുള്ള ഒരു ഭാഗമാണ്. അമ്മൽ വലതു ഫഇദാ സബഖ മാഉർ റജുലി മഅൽ മർഅത്തി നസഅൽ വലതു വഇദാ സബഖ മാഉൽ മർഅത്തി മഅർ റജുലി നസഅത്തുൽ വലതു. അണ്ഡവും ബീജാണുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പരാമർശമാണത്. അതിൻ്റെ പൂർണ്ണമായ വിവരണം എനിക്കെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ആ ഹദീസിൽ വന്നിരിക്കുന്നത് ബീജാണു അണ്ഡത്തിനെ മറികടന്നാൽ അത് പിതാവിലേക്കും, അതല്ല അണ്ഡം ബീജത്തെ മറികടന്നാൽ അത് മാതാവിലേക്കും ആ കുട്ടിക്ക് സാമ്യത ഉണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു. അതിൻ്റെ ശരിയായ വശങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. ഹക്ക് മനസ്സിലായി, അയാൾ വിശ്വാസം സ്വീകരിച്ച്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹുത്തുൻ. ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്, ഒരു സംസ്കാരമില്ലാത്തൊരു വിഭാഗം ആൾക്കാരാണ്. ഫസ്അലുഹും അന്നി ഖബ്ല അൻ യഅലമു ബി ഇസ്ലാമി, ഞാൻ ഇസ്ലാമായ വിവരം അവരോട് പറയുന്നതിന് മുമ്പ് എന്നെപ്പറ്റി അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വരാൻ പറഞ്ഞു. അവർ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അയ്യു റജുലിൻ അബ്ദുല്ലാഹി ഇബ്നു സലാം ഫീക്കും, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർ പറഞ്ഞു, ഖൈറുനാ വബ്നു ഖൈരിന, ഞങ്ങളുടെ ഏറ്റവും നല്ല മനുഷ്യനാണ്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇയാൾ, അദ്ദേഹത്തിൻ്റെ പിതാവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളാണ്. വ അഫ്ളലുനാ വബ്നു അഫ്ളലിന, ഞങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ്, മഹത്വമുള്ള ആളാണ്. വ ആലിമുനാ വബ്നു ആലിമിന, ഞങ്ങളുടെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർ പറഞ്ഞു, അആദല്ലാഹു മിൻ ദാലിക, അള്ളാഹു അദ്ദേഹത്തെ ആ വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, അങ്ങനത്തെ അബദ്ധമൊന്നും അദ്ദേഹം ചെയ്യൂല, ആ വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ.
ഫഅആദ അലൈഹിം, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം അവരിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച വിഷയം എന്താണ് എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു സലാം അവരോട് പ്രഖ്യാപിച്ചു. ഷഹാദത്ത് കലിമ ഒരിക്കൽ കൂടി അവരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഷർറുന വബ്നു ഷർറിന, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണ് പറഞ്ഞു. വജാഹിലുന വബ്നു ജാഹിലിന, ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ടവനാണ് ഇവൻ. അതാണ് ജൂതന്മാരുടെ സ്വഭാവം. ഹക്ക് മനസ്സിലാക്കിയാൽ ആ ഹക്കിലേക്ക് അവരെന്ത് ചെയ്യില്ല, പൂർണ്ണമായിട്ട് എത്തില്ല. അത് അവർ അവരാഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം ഹക്ക് എന്നുള്ളതാണ്. അത് ബനൂ ഇസ്രായേലുകാരുടെ പൊതുവായ ഒരു സ്വഭാവമാണ്. ഈ രണ്ട് ചിന്താധാരകൾ വന്നിട്ടുള്ളത് ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെയാണ് അറബികളുടെ വരവ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലൂടെയാണ് യഹൂദികളുടെ വരവുണ്ടായത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളുടെ ഈ അകലം ലോകാവസാനം വരെ നിലനിൽക്കും. ഈ പ്രശ്നങ്ങളും യഹൂദികളും അറബികളും തമ്മിലുള്ളതായ ഈ പ്രശ്നങ്ങളും ലോകാവസാനം വരെ നിലനിൽക്കും. അതൊരിക്കലും ഒരാൾക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. എത്ര സന്ധി സംഭാഷണങ്ങൾ നടത്തിയാലും എങ്ങനെയെല്ലാം കരാറുകൾ ഉണ്ടാക്കിയാലും ഈ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അള്ളാഹു അന്ത്യപ്രവാചകനായി ഒരാളെ അയക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന ആ പരമ്പരയിൽ നിന്നല്ല. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരോട് ഏറ്റവും കൂടുതൽ അനാദരവ് കാണിച്ചതും യഹൂദികളാണ്. 300ഓളം പ്രവാചകന്മാരെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അക്രമം അതാണ്, പ്രവാചകന്മാരെ കൊല്ലുക എന്നുള്ളതാണ്. അള്ളാഹ് അയച്ച ആളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമമാണ്. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തീരുമാനിച്ചത് എന്താണ്? അള്ളാഹിൻ്റെ തീരുമാനം, ഇനി വരുന്ന പ്രവാചകൻ ആരിൽ പെടാൻ പാടില്ല? യഹൂദികളിൽ പെടാൻ പാടില്ല. യഹൂദികളുടെ ഇടയിൽ നിന്നും യഹൂദികളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, എന്നാൽ യഹൂദിയിൽ പെടാത്ത ഒരു പ്രവാചകനെ ആണ് ഈസാ നബി അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹു തആല കൊണ്ടുവന്നത്. എന്നാൽ യഹൂദികളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ആൾ. പക്ഷെ ഇനി അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ഒരു സമൂഹത്തിലേക്ക്, ഏറ്റവും നല്ല ഒരു കുടുംബത്തിൽ നിന്ന് അള്ളാഹു റസൂലിനെ കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം പറയണം നമുക്ക്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പ്രവാചകൻ്റെ കൂട്ടുകാർ, പ്രവാചകൻ്റെ പത്നിമാർ, ഇതൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഖുറൈശി കുടുംബമാണ്, ബനു ഹാഷിം വംശമാണ്. ബനു ഹാഷിം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഖുറൈശി കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണിയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖറജ്തു മിൻ നിക്കാഹിൻ വലം ഉഖ്രിജ് മിൻ സിഫാഹിൻ മിൻ ലദുൻ ആദം ഇലാ അൻ വലത്തനി അബി വ ഉമ്മി. എന്നെ പ്രസവിക്കപ്പെട്ടത്, അതായത് ഞാൻ വന്നിട്ടുള്ളത് നിക്കാഹ് പരമ്പരയിലൂടെയാണ്, വിവാഹങ്ങളിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പരമ്പര ആദം നബി വരെ മുട്ടുന്ന പരമ്പരയുടെ ഉള്ളിൽ വിവാഹിതരല്ലാത്ത ഒരു കണ്ണി ഉണ്ടായിട്ടുണ്ടാവില്ല. കല്യാണം കഴിച്ച് സന്താനോൽപാദനം നടത്തുക എന്നുള്ള സിഫാഹിലൂടെ വന്ന ഒരു സന്താന പരമ്പര എൻ്റെ കണ്ണിയിലുണ്ടാവില്ല. സിഫാഹ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം അല്ലെങ്കിൽ വിവാഹം അല്ലാത്ത ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കുട്ടി, ആ പരമ്പര എൻ്റെ കണ്ണിയിലുണ്ടായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്തഫ കിനാനത, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മാഈൽ. അല്ലാഹു തആല ഇസ്മാഈലിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് കിനാന ഗോത്രത്തെ തിരഞ്ഞെടുത്തത്. വസ്തഫ ഖുറൈശം മിൻ കിനാനത, ആ കിനാന ഗോത്രത്തിൽ നിന്നാണ് ഖുറൈശികളെ തിരഞ്ഞെടുത്തത്. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്നാണ് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തത്. വസ്തഫ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നിട്ടാണ് വസ്തഫാനി, അല്ലാഹു തആല എന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ റസൂലുള്ളാഹിയുടെ കുടുംബം പോകുന്നത് ബനു ഹാഷിം പോയി മുട്ടുന്നത് ഖുറൈശികളിലേക്ക്, ഖുറൈശിലേക്ക്, ഖുറൈശികൾ പോയി മുട്ടുന്നത് കിനാനയിലേക്ക്, കിനാന പോയി മുട്ടുന്നത് ഇസ്മായിൽ നബിയിലേക്ക്. അങ്ങനെയാണ് പരമ്പര വരുന്നത്. ഇതിൽ പരമ്പര എണ്ണി വരുമ്പോൾ നമ്മൾ സത്യത്തിൽ
ഒരുപാട് പല വിഷയങ്ങളിൽ നമ്മൾ അപ്ഡേറ്റാണ്. തൗഹീദിൻ്റെ വിഷയത്തിലേക്ക് ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ശാഠ്യം കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ തൗഹീദിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നിടത്തും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഇടത്തിലും ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഇൽമുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ആ പരമ്പരയും. അത് നമ്മളെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ന് പലയിടത്തും വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് മദ്രസയിലൊക്കെ പഠിച്ചിരുന്നു റസൂലുള്ളാഹിയുടെ കുടുംബം, അബ്ദുൽ മുത്തലിബ്, അങ്ങനെ പറഞ്ഞു വരുന്ന ആ പരമ്പര പറഞ്ഞു. 21ഓളം പരമ്പര കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. അദ്നാൻ വരെയുള്ള പരമ്പര. അദ്നാൻ മുതലുള്ള പരമ്പരയ്ക്കാണ് സ്ഥിരീകരണമില്ലാത്തത്. പക്ഷെ അദ്നാൻ വരെയുള്ള പരമ്പര വളരെ കറക്റ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, അത്തരം വിഷയങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഇസ്തിഫ ആണ്, അതായത് അള്ളാഹു തആല തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹ് തെരഞ്ഞെടുത്ത വ്യക്തി എന്നുള്ള അർത്ഥം ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്തഫ എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ് മുസ്തഫ എന്ന് പറയാൻ കാരണം? അള്ളാഹ് പരമ്പരയിലൂടെ തിരഞ്ഞെടുത്തതാണ്. എങ്ങനെയും എവിടുന്നേലും കയറി വന്ന ഒരാളല്ല. കൃത്യമായ പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയോ ഏറ്റവും നല്ല തലമുറ. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഖൈറുൽ ഖർനി സുമ്മല്ലദീന ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ല ജനം എൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷമുള്ള ആളുകൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷമുള്ള ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? ഏറ്റവും മോശ കാലഘട്ടം എന്നല്ലേ നമ്മൾ പറയാം. ഇതേപോലത്തെ ഒരു കാലം കഴിഞ്ഞ് പോയിട്ടില്ല, മുമ്പില്ല എന്ന് പറയും. നമ്മുടെ മുമ്പുള്ള ഉപ്പപ്പന്മാർ പറഞ്ഞ കാലഘട്ടം, അങ്ങനെ അവരും പറഞ്ഞെന്താണ്? ഏറ്റവും മോശ കാലഘട്ടമാണ് നമ്മുടേത്. അതിനു മുമ്പുള്ളവരും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മോശ കാലഘട്ടം എന്നാണ്. ഏറ്റവും നല്ല കാലഘട്ടം എന്ന് ഒരു കാലഘട്ടത്തെപ്പറ്റിയും ഒരു ജനതയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഏറ്റവും നല്ല കാലഘട്ടം ആ 3 തലമുറ കഴിഞ്ഞുപോയി. എന്നിട്ട് ആ ഹദീസ് അല്ലാഹു റസൂൽ പറയുകയാണ്, ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന ബഅദക്കും ഖൗമൻ യഹൂനൂന വലാ യുതമൂൻ. നിങ്ങൾക്ക് ശേഷം ഒരു ജനത വരാനുണ്ട്. അവർ പറ്റിക്കുന്ന ആൾക്കാരാണ്, മനുഷ്യന്മാരെ പറ്റിക്കും. അവരെ വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളുകളാണ്, വിശ്വസിക്കാൻ പറ്റൂല. യഷ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും സാക്ഷിയായിട്ട് കൂട്ടും, പക്ഷെ അവരെ ആരും സാക്ഷിയായിട്ട് എടുക്കൂല. വയന്ദിറൂന വലാ യഫൂൻ. നേർച്ചയൊക്കെ നെയ്യത്താക്കും, പക്ഷെ പൂർത്തിയാക്കൂല. അങ്ങനത്തെ ആൾക്കാർ വരാനുണ്ട്. അവരുടെ ഏറ്റവും വലിയ അടയാളം എന്താ? അവരുടെ ഏറ്റവും വലിയ അടയാളം, അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും. അസിമൻ. അവരുടെ ഏറ്റവും വലിയ അടയാളം അസിമനോ, അവരുടെ വയറ് വീർത്തതായിരിക്കും, കൊടവയറന്മാരായിരിക്കും. തിന്നിട്ട് വിചാരില്ലേ, നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വലിയ വയറായിട്ട് വന്നു. ഞാനിത് ഒരു ഐബ് പോലെ പറയുന്നതിൻ്റെ കാരണത്തിൽ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഇതായിട്ട് പറഞ്ഞത്. വലിയ വയറുമായിട്ട് വന്നു. അതാണ് റസൂൽ അത് ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞത്, നമുക്ക് ചേർന്ന പണിയല്ല. നമുക്ക് എന്താണ് അങ്ങനെ വലിയ വയറൊന്നും പാടില്ല. ഭക്ഷണത്തിലുള്ളതായ ആ അമിതത്വവും അതിൻ്റെ അശ്രദ്ധയും കാരണം വയറ് തിന്ന് വീർക്കും. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരുടെയും വയറ് തിന്ന് വീർത്തിരിക്കുന്നത് തിന്നതിൻ്റെ പേരിൽ വീർത്തല്ലേ. അതേപോലെ അധ്വാനം കുറഞ്ഞതിൻ്റെ പേരിൽ വീർത്തല്ലേ. അതല്ലാണ്ട് ജനിച്ചപ്പോൾ തന്നെ കുടവയറായിട്ട് വന്ന ആൾക്കാരല്ലല്ലോ ആരും. ഇന്നിപ്പോൾ വയറ് പോകാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട് ആൾക്കാർ, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനം ദീൻ പറഞ്ഞ നിലയിലാക്കുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇസ്ലാം പറഞ്ഞില്ലേ, സുലുസുൻ ലി തആമിഹി വ സുലുസുൻ ലി ശറാബിഹി വ സുലുസുൻ ലി നഫസിഹി. ഭക്ഷണത്തിന് 1/3, വെള്ളത്തിന് 1/3, ശ്വാസം വിടാൻ 1/3. അത്ര വേണം. ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാർ എന്തോ ആട്ടെ. അപ്പോൾ അതാണ് അവരുടെ തലമുറ. അപ്പോൾ ഏറ്റവും നല്ല തലമുറയാണ് റസൂലുള്ളാഹിയുടെ തലമുറ. അതിനുശേഷം വരുന്ന ആളുകളിലെല്ലാം ഇപ്രകാരം ഫിസിക്കലിയും മെൻ്റലിയുമായ പ്രോബ്ലംസ് അവരെ ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നുള്ളത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത്. ഹിൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം ഒരു 20 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. തൽഹാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം
ഇമാം ഇബ്നു മാജ, ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ സുനൽ കബീർ രേഖപ്പെടുത്തുന്നുണ്ട്. ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ, ആ പേര് ഓർത്ത് വെച്ചോട്ടോ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഹിൽഫൻ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു സന്ധി ചർച്ചയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. മാ ഉഹിബ്ബു അന്നലി ബിഹി ഹുമറൻ നിഅമി, ഒരു ചുമന്ന ഒട്ടകം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആ പോയ സന്ധി സംഭാഷണത്തെക്കാൾ നല്ല കാര്യം വേറൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ ചുമപ്പൊട്ടകത്തേക്കാൾ നന്മയുള്ളൊരു കാര്യമാണ് ആ സന്ധി സംഭാഷണം. അറബികൾക്ക് ഒട്ടകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാലോ, അത്രയും വില പിടിപ്പുള്ളതാണ് ചുമപ്പൊട്ടകം. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. വലൗ ഉദ്ആ ബിഹി ഫിൽ ഇസ്ലാം ലഅജബ്തു, ഞാനിന്ന് ഇസ്ലാമിലാണ്, ഇപ്പോഴും അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചാൽ ഞാൻ പോകും. ഇസ്ലാമിൽ ഹിൽഫുൽ ഫുദൂൽ ഇല്ല, അതായത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സന്ധി സംഭാഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കില്ല, ഈ വരാൻ പോകുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം ഇനി ഇസ്ലാമിലാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവർ എന്നെ വിളിച്ചാൽ ഞാൻ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഐക്യ ചർച്ച എന്നൊക്കെ പറയാം, വേണ്ടി പോകും. എന്താ സംഭവം ഉണ്ടായത്? സംഭവം സുബൈദി എന്ന പേരിൽ അറിയപ്പെടുന്ന യമനിൽ നിന്നൊരാൾ കച്ചവടത്തിന് വേണ്ടി വന്നു. മക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയും വിഭവങ്ങളുണ്ടെങ്കിലും ആ വിഭവങ്ങളുമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മക്കയിലേക്ക് വരും. കാരണം അതൊരു പ്രാർത്ഥനയുടെ ഫലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, വർസുഖ് അഹ്ലഹു മിന സമറാത്ത്, ഈ നാട്ടുകാർക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു കൊടുക്കണേ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല, ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ലോകത്തുള്ള എല്ലാ സാധനവും എവിടെ കിട്ടും? മക്കയിൽ കിട്ടും. അത് മക്കയുടെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ യമനിൽ നിന്ന് സുബൈദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ കുറേ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി മക്കയിൽ വന്നു. മക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ നിന്നിട്ട് ഖുറൈശികളിൽപ്പെട്ട ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന ആൾ ഈ കച്ചവട സാധനങ്ങൾ മുഴുവനും വിലക്കെടുത്തു. പൈസ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മക്കയിൽ തങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൈസ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അത്രയും പൈസ ഒന്നും തരില്ല, ആ കൊണ്ടുവന്ന സാധനത്തിന് ആ വിലയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ വളരെ കുറഞ്ഞ ശതമാനം പൈസ കൊടുത്തു. അയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. അയാൾ പോയിട്ട് ഖുറൈശികളിലെ പല നേതാക്കന്മാരെയും പോയി കണ്ടു. പക്ഷേ ഈ ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന ആൾ അവിടെ കുറച്ച് സ്വാധീനമുള്ള ആളായതുകൊണ്ട് അയാളുടെ അടുത്ത് പോയിട്ട് പൈസ മേടിച്ചു കൊടുക്കാൻ ഖുറൈശികൾ തയ്യാറായില്ല. അങ്ങനെ അയാൾ നിരാശ വന്ന് അബുൽ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. അബുൽ ഖുബൈസ് പർവ്വതമാണ് അവിടുത്തെ എല്ലാ കാര്യവും വിളിച്ചു പറയാൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന പർവ്വതം. ഇന്ന് രാജാവിൻ്റെ കൊട്ടാരം ഇരിക്കുന്ന ആ സ്ഥലം, നമ്മുടെ മക്കയിൽ പോയി കഴിഞ്ഞാൽ രാജാവിൻ്റെ പാലസ് ഇരിക്കുന്ന ആ സ്ഥലം, അതാണ് അബുൽ ഖുബൈസ് കുന്ന്. ആ അബുൽ ഖുബൈസ് കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അയാളൊരു കവിത പാടി. മക്കാരെന്ത് മനുഷ്യന്മാരാണ്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന, ഹറാമ തിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ എന്ന് തുടങ്ങുന്ന കവിത പാടി. ഈ കവിത കേട്ട സമയത്ത് ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ ചില ആളുകൾ, അവരിൽപ്പെട്ടതാണ് സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ്. സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമ്മാവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം അന്ന് കുറച്ച് കാര്യപ്രാപ്തിയുള്ള ആളാണ്. അദ്ദേഹം ഖുറൈശികളെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന സംഭവമാണ്, സുബൈദി എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ആസിബിന് വായിൽ കുറേ ചരക്കുകൾ വാങ്ങിയിട്ട് പൈസ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം നിങ്ങളെല്ലാവരും അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞു. ആ ഒരുമിച്ച് കൂടാൻ പോയ കൂട്ടത്തിൽ 20 വയസ്സുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ നിന്നൊരു തീരുമാനം എടുത്തു, ഒരു ഉടമ്പടി ഉണ്ടാക്കി. മക്കയിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി ആര് വന്നാലും അവർ ഒരു കാരണവശാലും നീതി കിട്ടാതെ പോകാൻ പാടില്ല. അവർക്ക് നീതി കിട്ടിയിരിക്കണം. അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരാണ് അയാളോട് അനീതി കാണിക്കുന്നതെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുകയും അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് എല്ലാ കാലഘട്ടത്തിലും ഈ നിയമം നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറുണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. അതാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കരാറിൽ ചേർക്കാനുള്ള കാരണം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അതുപോലെ ചില സംഭവങ്ങൾ പ്രവാചകൻ്റെ സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നുബുവത്തിന് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്, നുബുവത്തിന് ശേഷമുള്ളതല്ല. നുബുവത്തിന് മുമ്പ് 20-ാമത്തെ വയസ്സിൽ സംഭവിച്ച കഥയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവം കൂടെയുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.